ഓക്കെ, റീസെൻ്റ്ലി ഫ്രീ ട്രാവലിംഗ് ഫോർ വിമൻ KSRTC UDFൻ്റെ പുതിയ റൂള് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? ആക്ച്വലി അത് കണ്ടപ്പോൾ എനിക്കൊരു കുറച്ച് മിക്സഡ് ഫീലിങ്സ് ആയിരുന്നു. അതെന്തോ എനിക്കതൊരു ഫെയർ അല്ലാത്തതുപോലെ തോന്നി. ബിഫോർ ദാറ്റ് ലെറ്റ് മീ മേക്ക് വൺ തിങ് ക്ലിയർ. ഞാനൊരു വിമനാണ്. ഞാനിത് പറയുന്നതിനർത്ഥം ഞാൻ വിമനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അഗെയിൻസ്റ്റ് ആണ് എന്നല്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്കെന്തോ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഒരു കാര്യത്തിനെക്കുറിച്ചും അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്കെന്തോ സംസാരിക്കണമെന്ന് തോന്നി. പേഴ്സണലി എനിക്ക് ഈ ഡിസിഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റ്സിൻ്റെ ബെനിഫിറ്റ്സ് ജെൻഡർ വൈസ് അല്ല കൊടുക്കേണ്ടത്. ഐ തിങ്ക് അത് നീഡ് ബേസിസിലാണ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? ആണ് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് വിമനുണ്ട്. അതുപോലെ തന്നെ മെന്നുണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി വിമൻസ് ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ. ഐ നോ ദാറ്റ്. ബട്ട് ഞാനൊരു KSRTCയിൽ വർക്കിന് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, എൻ്റെ ഓഫീസിലേക്ക് ഞാൻ ഡെയിലി പോയിക്കൊണ്ടിരുന്നത് KSRTCയിലാണ്. അതിലെനിക്കറിയാവുന്ന അതിലുള്ള സ്ത്രീകളിൽ ഒരു 80% ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു ഫ്രീ ട്രാവൽ ചെയ്യാനുള്ളൊരു ടിക്കറ്റ് കൊടുക്കണമെന്ന്. ഐ ഡോണ്ട് നോ, മേ ബി ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, എനിക്കറിയില്ല. ആക്ച്വലി ഈ ഗവൺമെൻറ് ബെനിഫിറ്റ്സ് ഇങ്ങനെ കൊടുക്കാതെ കുറച്ചുകൂടെ വൈസായി ചിന്തിച്ച് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്യാം എന്ന് തോന്നുന്നു. ലൈക്ക് ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സീനിയർ സിറ്റിസൺസ്, ഒരു 60+ ഏജുള്ള ആൾക്കാർക്ക്, ഗ്രാൻഡ് പാരൻസിന് ഓർ അങ്കിൾ ഓർ ആൻറ്റീസ് ആയിരുന്നു ഗ്രാൻഡ് പാരൻസിന് കൊടുക്കാമെന്ന് തോന്നുന്നു. ഒരു 60+ ഏജുള്ളവർക്ക് അവർ മിക്കവരും പെൻഷനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഫാമിലീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് എന്തായാലും ഹോസ്പിറ്റൽ കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, ചെക്കപ്സ്, അല്ലെങ്കിൽ ഇവൻ എനിക്കൊരു അമ്മാമ്മ ഉണ്ട്. അമ്മാമ്മ ബസ് കയറിയിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ടെല്ലിങ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് ശരിയായി തോന്നുന്നൊരു കാര്യമാണ്. ഐ ഡോണ്ട് നോ. സോ എന്താ പറയുക, ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെക്കാളും ഒരു വർക്കിംഗ് പ്രൊഫഷണലിനെക്കാളും ഒക്കെ കൂടുതൽ യൂസ്ഫുൾ ആവേണ്ടത് ഇങ്ങനെയുള്ള 60+ ഏജുള്ള, വെദർ ഇറ്റ്സ് ഓക്കെ, ഐ ഫോർഗോട്ട് ടു ടെൽ ദാറ്റ്, ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. ലേഡീസിന് മാത്രമല്ല, 60+ ഏജ് ആയിട്ടുള്ള മെൻ, വിമൻ ഓർ ട്രാൻസ്ജെൻഡർ, ഹൂഎവർ ഇറ്റ് ഇസ്, ഓർ ഏതൊരു ജെൻഡർ ആണെങ്കിലും 60+ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്താൽ ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫെയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. എന്തോ എനിക്ക് പറയണം തോന്നി. ഇവിടെയൊക്കെ നല്ല മഴയൊക്കെയാണ്. വയനാടാണ്, ഇവിടെ മഴയൊക്കെയാണ്. അവിടെ 2 കുഞ്ഞു പെട്ടിക്കുട്ടികളെ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ എനിക്ക് പറയണം തോന്നി. ഞാനങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് അങ്ങനെ പറയുന്ന ഒരാളല്ല, ബട്ട് ഇതിനെക്കുറിച്ച് എനിക്കിതെന്തോ ഫെയർ ആയി തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ശരി, ബൈ.